Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് പാരഡൈം സബ്ജക്റ്റിൽ മൊഡ്യൂൾ 4 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ് ലോജിക് പ്രോഗ്രാമിംഗ് ഇൻ പ്രൊലോഗ്. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് ഓഫ് ലോജിക് പ്രോഗ്രാമിംഗ്, ഹോൺ ക്ലോസസ്, റെസൊല്യൂഷൻ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കിന്ന് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലോജിക് പ്രോഗ്രാമിംഗ് ഇൻ പ്രൊലോഗ്. അപ്പോൾ പ്രൊലോഗ് എന്ന് പറയുന്നത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലോജിക്കൽ ലാംഗ്വേജസ് ആണ്. Prolog is a declarative language. Declarative programming is sometimes called rule-based programming. Okay, അപ്പോൾ Prolog എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആണ്, അതുപോലെ തന്നെ റൂൾ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ ദി റൂൾസ് ആർ ഫോർമുലേറ്റഡ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് സിംബോളിക് ലോജിക്. അപ്പോൾ ഈ സിംബോളിക് ലോജിക് എന്നൊക്കെ പറയുന്നത് എന്താ, അതായത് പ്രെഡിക്കേറ്റീവ്, കാൽക്കുലസ്. ഓക്കെ, അപ്പം അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റൂൾസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി Prolog program consists of collection of statements. ഈ ഒരു Prolog language യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ collection of statements ആണ് വരുന്നത്. ഇനി Prolog പ്രോഗ്രാംസിൽ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കമ്പ്യൂട്ടർ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഗോൾ അല്ലേ. അത് മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുള്ളൂ Prolog പ്രോഗ്രാംസിൽ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് അത് സ്പെസിഫൈ ചെയ്യില്ല. ഓക്കെ, ഗോൾ മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, then it is also a logic programming language based on the predicative calculus which is a form of symbolic logic. അപ്പോൾ ഈ ഒരു പ്രൊലോഗ് ലോജിക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1970s originated in the field of language processing. So Prolog is the most widely used logical languages. Okay, logic programming system allow the programmer to state a collection of axioms from which theorem can be proven. എന്താണ് axioms എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രൊലോഗ് ലോജിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഒരു ആക്സിയം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെന്റ് ഓർ പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് ടു ബി ട്രൂ. അപ്പോൾ കളക്ഷൻ ഓഫ് ആക്സിയംസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രോഗ്രാമർ ഈ ഒരു ലോജിക് പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ യൂസർ എന്താ ചെയ്യുന്നത്, എ യൂസർ ഓഫ് എ ലോജിക് പ്രോഗ്രാം സ്റ്റേറ്റ് ആൻഡ് തിയറം ഓർ ഗോൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രൊലോഗ് ലോജിക് ലാംഗ്വേജ് യൂസ് ചെയ്ത് വരുന്ന ലോജിക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് അല്ലെ, ആ ഗോൾ മാത്രമാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുള്ളൂ. സ്റ്റെപ്സ് ഒരിക്കലും സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ദി ലാംഗ്വേജ് ഇംപ്ലിമെന്റേഷൻ അറ്റംപ്റ്റ് ടു എന്ത് ചെയ്യണം, അതായത് ഈ ഒരു ഗോളിലേക്ക് എത്താനായിട്ടുള്ള കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ആക്സിയംസ് അല്ലെ, അതിനൊക്കെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, to find a collection of axioms and inference steps that together imply the goal. Okay. Okay, ഇനി വരുന്ന ഫീച്ചേഴ്സ് ഓഫ് ലോജിക് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഹോൺ ക്ലോസസ്, റെസൊല്യൂഷൻ, യൂണിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഹോൺ ക്ലോസസ് അതുപോലെ തന്നെ റെസൊല്യൂഷൻ. ഓക്കെ, ഹോൺ ക്ലോസസ്. Prolog syntax is based in large part on a variant of predicative logic known as the horn clause. അപ്പോൾ horn clause എന്ന് പറയുന്നത് a variant of predicative logic. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആക്സിയമിന്റെ കേസ് പറഞ്ഞു, അതായത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ. പ്രോഗ്രാമർ കളക്ഷൻ ഓഫ് ആക്സിയംസ് ആണ് ഈ ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിലേക്ക്, ലോജിക് പ്രോഗ്രാം സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ആക്സിയംസ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, അപ്പോൾ അതിനെയാണ് ഹോൺ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ലോജിക് അതുപോലെ തന്നെ ലോജിക് പ്രോഗ്രാമിംഗിൽ ഹോൺ ക്ലോസ് എന്ന് പറയുന്ന ഒരു ലോജിക് ഫോർമുല ആയിട്ടാണ് വരുന്നത്. എ ഹോൺ ക്ലോസ് ഈസ് എൻ ലോജിക്കൽ ഫോർമുല ഓഫ് എൻ പെർട്ടിക്കുലർ റൂൾ ലൈക്ക് ഫോം. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ലോജിക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹോൺ ക്ലോസസ് ആർ നെയ്മഡ് ഫോർ ദി ലൊജീഷ്യൻ ആൽബ്രഡ് ഹോൺ. ഓക്കെ, ഇനി പ്രൊലോഗ് ഹാസ് ടു ബേസിക് സ്റ്റേറ്റ്മെന്റ്സ് ഫോം ഇൻ പ്രെഡിക്കേറ്റീവ് കാൽക്കുലസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹെഡ്ലെസ് ഹോൺ ക്ലോസസ്, അതായത് ഫാക്ട്സ്. ഇനി വരുന്നത് ഹെഡഡ് ഹോൺ ക്ലോസ്, അതായത് റൂൾസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് ഹെഡ്ലെസ് ഹോൺ ക്ലോസസിന്റെ കേസാണ്. ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഹെഡ്ലെസ് ഹോൺ ക്ലോസ് ഇൻ പ്രൊലോഗ് ഈസ് എൻ സിംഗിൾ സ്ട്രക്ചർ വിച്ച് ഈസ് ഇന്റർപ്രിറ്റഡ് ആസ് എൻ അൺകണ്ടീഷണൽ അസേർഷൻ ഓർ ഫാക്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൽ ബിൽ, അതായത് ബിൽ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. ബിൽ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. ആ ഒരു നെയിം, ഓക്കെ, ആ ഒരു നെയിം വെച്ചിട്ട് ഒരു ഫാക്റ്റ് ആണ് അയാൾ എന്ന് പറയുന്നത് ഒരു മെയിൽ ആണ്, ആ പേഴ്സൺ മെയിൽ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫീമെയിൽ മേരി, അതായത് മേരി എന്ന് പറയുന്ന ആ ഒരു നെയിം. ഓക്കെ, അപ്പോൾ ആ ഒരു നെയിം വെച്ചിട്ട് പറയാണ് ആ പേഴ്സൺ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, അതാണ് പറയുന്നത് അൺകണ്ടീഷണൽ അസേർഷൻ എന്ന്. ഓക്കെ, ഇനി ഫാദർ ബിൽ കോമ ജേക്ക്, അതായത് ജേക്കിന്റെ ഫാദർ ആണ് ബിൽ.
ഇനി മദർ മേരി കോമ ജേക്ക്, അതായത് ജേക്കിന്റെ മദർ ആണ് മേരി. അതായത് കുറച്ച് ഫാക്ട്സ് പറയുന്നതാണ്, ഒരു അൺകണ്ടീഷണൽ അസേർഷൻ. ഓക്കെ, ഇനി വരുന്നത് ഹെഡഡ് ഹോൺ ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ കാണാം എച്ച് അതുപോലെ B1 B2 B എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹെഡ് ആണ്, B1 B2 B എന്ന് പറഞ്ഞിരിക്കും ബോഡിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഹെഡഡ് ഹോൺ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് റൂൾസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്, അതായത് B1 B2 BN ഇതെല്ലാം ട്രൂ ആണെങ്കിൽ എച്ചും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, എച്ച് ഈസ് ട്രൂ ഇഫ് ഓൾ ദി BIs ആർ ട്രൂ. The semantic of the statements are that when the BI are all true, we can deduce that H is true as well. Okay, horn clauses. അപ്പോൾ horn clauses എന്ന് പറയുമ്പോൾ അവിടെ head ഉണ്ടായിരിക്കും. A horn clauses has an head. അതിനെയാണ് predicate എന്ന് പറയുന്നത്. അതുപോലെ തന്നെ body ഉണ്ടായിരിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ list of predicates ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു head ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ body ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് predicate എന്ന് പറഞ്ഞാൽ, അതായത് റൂൾസ് ആണ് ശരിക്കും പറഞ്ഞത്. A predicate is a declarative statement with one or more variables. ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ആണ് അവിടെ വരുന്നത്. Which has a truth value when the variable are instantiated. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഒരു B1 B2 up to B എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് പ്രെഡിക്കേറ്റ്സ് ആണ് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമാണ് എന്താവുള്ളൂ, ഹെഡും എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ അല്ലെ. അപ്പൊ അത് ട്രൂ ആവുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, വേരിയബിൾസിന്റെ ആ ഒരു വാല്യൂസ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി headed horn clausesൽ തന്നെ the general form of the prologue headed horn clause statement is, അതായത് നമ്മൾ പറഞ്ഞു ഹെഡ് ഉണ്ട് അതുപോലെ തന്നെ ബോഡി ഉണ്ട് അല്ലെ. അതായത് ആ ബോഡി ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഹെഡും ട്രൂ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഏരോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്, അതായത് കൺസീക്വൻസ് കോളൻ ആൻസിഡന്റ് എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൺസീക്വൻസ് എന്ന് പറയുന്നത് ഹെഡ് ആണ്, ബാക്കി എന്ന് പറയുന്നത് അതായത് ആൻസിഡന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ബോഡിയാണ് അല്ലെ. അപ്പോൾ അതെപ്പോഴും ട്രൂ ആവണം, അല്ലെങ്കിൽ വേരിയബിൾസിന്റെ വാല്യൂ ട്രൂ ആയിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ കൺസീക്വൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ട്രൂ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹെഡഡ് ഹോൺ ക്ലോസസ് ആർ കോൾഡ് റൂൾസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം, അതായത് പാരന്റ് മദർ. ഓക്കെ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പാരന്റ് എന്ന് പറയുന്നത് കൺസീക്വൻസ് ആണ്, അതിൽ മദർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആൻസിഡന്റ് എക്സ്പ്രഷൻ ആണ്. അതായത് മദർ എക്സ് കോമ വൈ, അതായത് വൈയുടെ മദർ ആണ് എക്സ്, വൈയുടെ മദർ ആണ് എക്സ്. അപ്പൊ എന്ത് പറയാം, വൈയുടെ പാരന്റ് ആണ് എക്സ് അല്ലെ, രണ്ടും സെയിം ആണ് അല്ലെ, രണ്ടും ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കുക, അതായത് ഫാദർ ഓഫ് എക്സ് കോമ വൈ, അതായത് വൈയുടെ ഫാദർ ആണ് എക്സ്. അപ്പൊ എന്ത് പറയാം, വൈയുടെ പാരന്റ് ആണ് എക്സ്, ട്രൂ അല്ലേ, രണ്ട് കണ്ടീഷനും ട്രൂ അല്ലേ. ഓക്കെ, ഇനി റെയിനി ഓഫ് എക്സ് വൈ അതുപോലെ കോൾഡ് ഓഫ് എക്സ് വൈ സെഡ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, സ്നോവി ഓഫ് എക്സ് സെഡ്. ഓക്കെ, അതായത് റൈറ്റ് ഉള്ള കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഉള്ള കണ്ടീഷനും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, ഇതാണ് ശരിക്കും ഒരു ഹെഡഡ് ഹോൺ ക്ലോസസ് എന്ന് പറയുന്നത്. ഇനി പ്രലോഗ് പ്രോഗ്രാമിംഗ് മോഡൽ. അപ്പോൾ ഈ ഒരു പ്രലോഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും ഡാറ്റാബേസ് ഓഫ് ഹോൺ ക്ലോസസ് ആണ് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി ട്രൂ. ഓക്കെ, അപ്പോൾ ക്ലോസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വരാം, അതായത് ഹെഡ്ലെസ്സും വരാം, അതുപോലെ ഹെഡഡ് വരാം അല്ലെ. അതായത് ഫാക്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ റൂൾസ് ആയിരിക്കാം. ദി ക്ലോസസ് ഇൻ ആൻ പ്രൊലോഗ് ഡാറ്റാബേസ് ആർ എയ്തർ ഫാക്ട്സ് ഓർ റൂൾസ് ഈച്ച് ആൻഡ് വിത്ത് ആൻ പീരിയഡ്. ഇനി ഫാക്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ എ ഫാക്ട് ഈസ് ആൻ ക്ലോസ് വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെയിനി റോഞ്ചസ്റ്റർ, അതായത് ആ ഒരു പ്ലേസിൽ എന്താണ്, റെയിനി ആണ്, അപ്പോൾ അതിന് റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ല അല്ലെ. ഇനി റൂളിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ, അതായത് എക്സ് എന്നുള്ള ഒരു പ്ലേസിൽ റെയിനി ആണ്, കോൾഡ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, അവിടെ സ്നോവി ആണ് അല്ലെ, അങ്ങനെ പറയാം. അതായത് ലെഫ്റ്റ് ഉണ്ടായിരിക്കും, റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇംപ്ലിക്കേഷൻ സിമ്പിൾ എന്ന് പറയുന്ന ആ ഒരു കോളൻ ഹൈഫൺ ആണ് ആ ഒരു ഇംപ്ലിക്കേഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ദി കോമ ഇൻഡിക്കേറ്റ്സ് ആൻഡ്. ഓക്കെ, ഇനി വരുന്നത് പ്രൊലോഗ് ബേസിക് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബേസിക് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു പ്രൊലോഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഡാറ്റാബേസ് ഓഫ് ക്ലോസ് ആണ് അല്ലെ, ഹോൺ ക്ലോസ് ആണ് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി ട്രൂ. അതുപോലെ ഓരോ ക്ലോസ് എന്ന് പറയുന്നതും കമ്പോസ്ഡ് ഓഫ് ടേംസ്. അപ്പോൾ അതെന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. ഇനി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എയ്തർ ആൻ ആറ്റം ഓർ എൻ നമ്പർ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എയ്തർ ആൻ ലോജിക്കൽ predicate or an data structure.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രലോഗ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, സ്ട്രക്ചേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കോൺസ്റ്റന്റ് തന്നെ ഏത് ആറ്റംസ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആറ്റംസിന്റെ കേസാണ് പറയുന്നത്. ആറ്റംസ് ആർ ദി സിംബോളിക് വാല്യൂസ് ഓഫ് പ്രലോഗ് ആൻഡ് ആറ്റംസ് ലുക്ക് ലൈക്ക് ആൻ ഐഡന്റിഫയർ. അപ്പോൾ അത് ബിഗിൻ ചെയ്യുന്നത് ലോവർ കേസ് ലെറ്ററിൽ നിന്നാണ്. ഓക്കെ, so beginning with a lowercase letter, a sequence of punctuation characters or a quoted character string. Okay, ഒരു identifier ആണ് ശരിക്കും. So a prologue term is a constant, a variable or a structure. A constant is either an atom or an integer, അതായത് number. ഇനി constant എന്ന് പറയുന്ന numbers ആണെങ്കിൽ numbers resemble the integers and floating point constant of other programming languages. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രലോഗ് ടേം എന്നുള്ളത് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾസ് ആവാം, സ്ട്രക്ചർ ആവാം അല്ലെ. വേരിയബിൾസ് ആണെങ്കിൽ വേരിയബിൾസ് ക്യാൻ ബി ഇൻസ്റ്റൻഷിയേറ്റഡ് ടു ആർബിട്രറി വാല്യൂസ് അറ്റ് റൺ ടൈം ആസ് എ റിസൾട്ട് ഓഫ് യൂണിഫിക്കേഷൻ. അതായത് എന്താണ് ഇൻസ്റ്റൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വേരിയബിൾസിലേക്ക് വാല്യൂ ബൈൻഡ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസ്റ്റൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ്, അതായത് റൺ ടൈം ആർബിട്രറി വാല്യൂസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, എ വേരിയബിൾസ് ലുക്ക് ലൈക്ക് ആൻ identifier beginning with an uppercase letter. A variable is a string of letters, digit and underscore that begins with an uppercase letter or an underscore. Okay, ഇങ്ങനെയൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും uppercase ലെറ്ററിൽ നിന്നാണ് ഈ ഒരു ഐഡന്റിഫയർ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിൽ ആവാം, സ്ട്രിങ് ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കാം, ഡിജിറ്റ് ആയിരിക്കാം, അണ്ടർസ്കോർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ബിഗിൻ ചെയ്യുന്നത് uppercase ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി variables are not bound to types by declaration. The binding of a value and thus a type to a variable is called an instantiation. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. Then that occurs only in the resolution process. ഇനി വേരിയബിൾസിലേക്ക് വാല്യൂസ് ഒന്നും തന്നെ അസൈൻ ചെയ്യുന്നില്ല, അതിനെയാണ് എന്ത് പറയുന്നത്, അൺഇൻസ്റ്റൻഷിയേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രലോഗ് ബേസിക് ഫീച്ചേഴ്സിൽ വരുന്നതാണ് സ്കോപ്പ് ആൻഡ് ടൈപ്പ്. The scope of every variable is limited to the clause in which it appears. അപ്പോൾ ഇവിടെയാണെങ്കിൽ ടൈപ്പ് ഡിക്ലറേഷൻ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, അതായത് ഈ ഒരു പ്രലോഗ് പ്രോഗ്രാമിംഗിൽ ടൈപ്പ് ഡിക്ലറേഷൻ വരുന്നില്ല. As in list, type checking occurs only when a program attempt to use and value in a particular way at runtime. Okay, prologue clauses. A query or goal is a clause with an empty left hand side. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇല്ലാത്ത ക്ലോസിനെയാണ് ക്വറി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ക്വറീസ് എല്ലാം തന്നെ പ്രലോഗ് ഇന്റർപ്രിറ്ററിലേക്ക് കൊടുക്കുകയാണ് ടു ഇനീഷ്യേറ്റ് എക്സിക്യൂഷൻ ഓഫ് എൻ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈച്ച് ക്ലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടേംസ് അല്ലേ. അപ്പോൾ ടേംസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, സ്ട്രക്ചേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഐറ്റംസ് ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആവുമ്പോൾ ആ ഒരു ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ കേസ് ലെറ്റർ വെച്ചിട്ടാണ് അല്ലേ. ഇനി വേരിയബിൾസ് ആണെങ്കിൽ ഐഡന്റിഫയർ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. ഇനി സ്ട്രക്ചേഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രെഡിക്കേറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കാണാം ഡേറ്റിൽ ഇയർ, മന്ത്, ഡേ, അതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഡാറ്റ സ്ട്രക്ചർ ആണ്. പിന്നെ ഇന്ത്യൻ ഫുഡ് അതെന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റ്സ് ആണ്. ഓക്കെ, ഇനി വരുന്ന അടുത്ത ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേഴ്സ് ആണ്. സ്ട്രക്ചേഴ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കോൾ ആൻഡ് ഫങ്ക്ടർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. അതായത് ഫങ്ക്ടർ ഉണ്ടായിരിക്കും, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കാം, വേരിയബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നെസ്റ്റഡ് സ്ട്രക്ചർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, എക്സാമ്പിൾ ഡേറ്റ്, ഇയർ, മന്ത്, ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഡേറ്റ് എന്ന് പറയുന്നതാണ് ഫങ്ക്ടർ, പിന്നെ ബ്രാക്കറ്റിൽ വരുന്നതാണ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇത് വേരിയബിൾസ് ആണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ ട്രീ എന്ന് പറയുന്നതാണ് ഫങ്ക്ടർ, അവിടെ ട്രീ എന്ന് പറയുന്നതാണ് റൂട്ട് നോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂട്ട് നോഡ് വെച്ചിട്ടൊരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടോ, ട്രീ 2, nil, then tree of 5, nil അല്ലെ. അതായത് ഇവിടെ ആർഗ്യുമെന്റ്സ് ആയിട്ട് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നെസ്റ്റഡ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 എന്ന് പറയുന്ന റൂട്ട് നോഡ്, പിന്നെ നെക്സ്റ്റ് എന്താ അതിന്റെ ലെഫ്റ്റിലായിട്ടാണ് അടുത്തത് ക്രിയേറ്റ് ആവുന്നത് അല്ലെ. ദെൻ 2 അതിന്റെ ലെഫ്റ്റും റൈറ്റ് എന്ന് പറയുന്നത് nil. ഓക്കെ, അതിനുശേഷം പിന്നെ വീണ്ടും ഒരു ട്രീ ക്രിയേറ്റ് ആവാണ് അല്ലെ. അപ്പൊ അതിന്റെ 5 ആണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലെഫ്റ്റും റൈറ്റ് എന്ന് പറയുന്നത് nil ആണ്. ഓക്കെ, അപ്പോൾ റൂട്ട് നോഡ് വാല്യൂ 3, ദെൻ അതിന്റെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്തെടുത്തു. ഇതാണ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചേഴ്സിന് വേറെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ കാണാം റെയിനി, ടീച്ചേഴ്സ്, ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഫിങ്റ്റേഴ്സ് ആണ്. അതിനുശേഷം കാണാം, അതായത് ഫിങ്റ്റർ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പാരാന്തസിസ് വന്നിട്ടുണ്ട്. ഓക്കെ, സ്പേസ് ഒന്നും തന്നെ പാടില്ല. അതിനുള്ളിലായിട്ട് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് സ്ട്രക്ചേഴ്സ്, ഫങ്ക്ടേഴ്സ് ആൻഡ് അരിറ്റി. അപ്പം അതിനായിട്ട് ഒരു പ്രെഡിക്കേറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ട് കോമ്പിനേഷൻ അല്ലേ, ശരിക്കും ഫങ്ക്ടർ ആൻഡ് അതുപോലെ തന്നെ അരിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഫങ്ക്ടറും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ ദി പ്രെഡിക്കേറ്റ് റെയിനി ഹാസ് അരിറ്റി 1. അതായത് അവിടെ ഒരു ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ദി പ്രെഡിക്കേറ്റ് ടീച്ചേഴ്സ് ഹാവ് ആരിറ്റി 2. അതായത് ടീച്ചേഴ്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവിടെ 2 ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രെഡിക്കേറ്റ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ട് ആ ഒരു ഫങ്ക്ടർ ആൻഡ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലേ. അപ്പോൾ അവിടെ റെയിനി ടീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഫങ്ക്ടർ. ഓക്കെ, അപ്പോൾ അതിന്റെ കോമ്പിനേഷനെ റെഫർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി പ്രലോഗിന്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആൻഡ് റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക് ഫീച്ചേഴ്സുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, പ്രലോഗിൽ വരുന്ന ഫീച്ചേഴ്സുകൾ പറഞ്ഞു പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, അതായത് അതിൽ വരുന്ന ക്ലോസസിന്റെ കേസ് പറഞ്ഞു, അതുപോലെ ടേംസിന്റെ കേസ് പറഞ്ഞു അല്ലെ. ടേംസ് തന്നെ കോൺസ്റ്റന്റ്, വേരിയബിൾ, സ്ട്രക്ചേഴ്സ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഫാക്ട്സ് ആൻഡ് റൂൾസ്. ഇനി അതാണ് നോക്കേണ്ടത്. അപ്പോൾ ദി ക്ലോസസ് ഇൻ പ്രലോഗ് ഡാറ്റാബേസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫാക്ട്സ് ഓർ റൂൾസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓരോന്നും എൻഡ് ചെയ്യുന്നത് ഒരു പീരീഡ് വെച്ചിട്ടാണ് അല്ലെ. ഈച്ച് ഓഫ് വിച്ച് എൻഡ് വിത്ത് എൻ പീരീഡ്. ഇനി ഫാക്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഫാക്ട് ഈസ് ആൻ ഹോൺ ക്ലോസ് വിത്തൗട്ട് എ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെ. റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് എൻ സിംഗിൾ ടേം. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, റൈനി രജിസ്റ്റർ. അതായത് ആ ഒരു പ്ലേസിൽ ഇപ്പോൾ എന്താണ്, റെയിനി ആണ്. ഓക്കെ, ഒരു ഫാക്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീച്ചർ റൂൾ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സെയിം എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. അതായത് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലെ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലെഫ്റ്റിലെ കണ്ടീഷനും ട്രൂ ആയിരിക്കും അല്ലെ. ഈ ഒരു എക്സാമ്പിളിൽ ഫോർ ഓൾ എക്സ്, എക്സ് ഈസ് സ്നോവി ഇഫ് എക്സ് ഈസ് റെയിനി ആൻഡ് എക്സ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂൾ. ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്വറീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ക്വറീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് എംപ്റ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് വരുന്നത് അല്ലേ. So it is also possible to write and close with an empty left hand side. Such an close is called a query or a goal. Then query are entered with an special, അതായത് question mark hyphen version of the implication symbol. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, റെസൊല്യൂഷൻ ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം ടു ഹോൺ ക്ലോസസ്. അതായത് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെന്റ്സ് ഡിറൈവ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ എ ആൻഡ് ബി ഇംപ്ലൈസ് സി. ഓക്കെ, അതുപോലെ സി ഇംപ്ലൈസ് ഡി. അതായത് എ ബി ട്രൂ ആണെങ്കിൽ സി ട്രൂ ആയിരിക്കും അല്ലെ. ഇവിടെ റൂൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി സി ട്രൂ ആണെങ്കിൽ ഡി ട്രൂ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സി ഡി. ഓക്കെ, ആ രണ്ട് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ആ രണ്ട് എക്സിസ്റ്റിംഗ് റൂൾസ് വെച്ചിട്ട് തന്നെ പുതിയൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാമല്ലോ അല്ലെ. അതായത് പുതിയൊരു റൂൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുത്തൂടെ. അതായത് എ ബി അല്ലെ, എ ആൻഡ് ബി ഇംപ്ലൈ ടി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി വരുന്നത് യൂണിഫിക്കേഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.